ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിൽ ആദ്യ 3 മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ മലയാളി താരം സഞ്ജു സാംസൺ ഉണ്ടാവില്ല. പകരം അസമിൽ നിന്നുമുള്ള യുവതാരം റിയൽ പരാഗ് ആയിരിക്കും രാജസ്ഥാൻ നായകൻ. രാജസ്ഥാൻ ടീം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു വീഡിയോയിലാണ് സഞ്ജു സാംസൺ തന്നെ ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൈവിരലിനേറ്റ പരിക്കിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സഞ്ജു ആദ്യ മത്സരങ്ങളിൽ ബാറ്ററായി കളിക്കുമെന്നും രാജസ്ഥാൻ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട്. അതേസമയം IPL മുന്നോടിയായി ഇന്ത്യയിൽ നടക്കുന്ന ടീം ക്യാപ്റ്റന്മാരുടെ യോഗത്തിൽ സഞ്ജു സാംസൺ ആകും രാജസ്ഥാനെ പ്രതിനിധീകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നത്. പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുക്കാത്തതിനാൽ ആദ്യത്തെ 3 മത്സരങ്ങളിൽ എനിക്ക് കളിക്കാനാകില്ല. ഈ ടീമിൽ നേതൃശേഷിയുള്ള ഒട്ടേറെ താരങ്ങളുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ടീമിന്റെ അന്തരീക്ഷം ഏറ്റവും മികച്ചതായി സൂക്ഷിക്കുന്നതിൽ സവിശേഷ ശ്രദ്ധ പുലർത്തുന്ന താരങ്ങളുമുണ്ട്. ഇത്തവണ ആദ്യ 3 മത്സരങ്ങളിൽ റിയാൻ പരാഗ് ആകും രാജസ്ഥാനെ നയിക്കുന്നത്. എല്ലാവരും അദ്ദേഹത്തിന് ഉറച്ച പിന്തുണ നൽകുമെന്നും എന്റെ പ്രതീക്ഷയുണ്ട്, സഞ്ജു വ്യക്തമാക്കി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലേക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കഴിഞ്ഞ ദിവസമാണ് സഞ്ജു ടീമിനൊപ്പം ചേർന്നത്. താരം ജയ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് മുതൽ ടീം ക്യാമ്പിലെത്തി പരിശീലകൻ രാഹുൽ ദ്രാവിഡിനൊപ്പം ടീം അംഗങ്ങളെ ഉൾപ്പെടെ സന്ദർശിക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ രാജസ്ഥാൻ റോയൽസ് പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ആദ്യ 3 മത്സരത്തിൽ സഞ്ജു ബാറ്റർ മാത്രമായിട്ടായിരിക്കും കളിക്കുക എന്ന അറിയിപ്പ് വന്നിരിക്കുന്നത്. ഫിറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുക്കുന്നത് വരെ താരത്തെ ഇമ്പാക്ട് പ്ലെയറായി കളിക്കാനാണ് നീക്കമെന്ന് റിപ്പോർട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയ്ക്കിടെ കൈവിരലിനേറ്റ പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി വിശ്രമത്തിലായിരുന്നു സഞ്ജു. മാർച്ച് 23-ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം. IPL ചരിത്രത്തിലെ 2ാമത്തെ കിരീടമാണ് രാജസ്ഥാൻ റോയൽസ് ലക്ഷ്യമിടുന്നത്. 2008-ലെ പ്രഥമ സീസണിൽ ഷെയ്ൻ വോണിന്റെ നേതൃത്വത്തിൽ രാജസ്ഥാൻ ചാമ്പ്യന്മാരായിരുന്നു. IPL മെഗാ താര ലേലത്തിൽ അഴിച്ചുപണിത ടീമുമായാണ് ഇത്തവണ രാജസ്ഥാൻ എത്തുന്നത്. ടീമിലെ പരിചിത മുഖങ്ങളായിരുന്നു ജോസ് ബട്ട്ലർ, ട്രെന്റ് ബോൾട്ട്, രവിചന്ദ്രൻ അശ്വിൻ, യശ്വേന്ദ്ര ചഹൽ തുടങ്ങിയവർ ഇത്തവണ രാജസ്ഥാനൊപ്പമില്ല. പകരം നിതീഷ് റാണ, ഹസരംഗ, മഹേഷ് തീക്ഷ്ണ തുടങ്ങിയവരാണ് ടീമിലെത്തുക. 2022-ൽ രാജസ്ഥാനെ ഫൈനലിലേക്ക് നയിച്ച ചരിത്രമുള്ള സഞ്ജു അന്ന് ഗുജറാത്ത് ടൈറ്റൻസിനോട് തോൽവിക്ക് വഴങ്ങുകയായിരുന്നു. 2023-ൽ ടീം ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവുകയും ചെയ്തു. 2024-ൽ പ്ലേ ഓഫിൽ കടന്നെങ്കിലും കിരീടം അകന്നു നിന്നു. എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ വീഴ്ത്തിയെങ്കിലും 2ാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റാണ് ടീം പുറത്തായത്.